വചനദീപം. സമയം പണമാണ് എന്ന് ആളുകൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? പണത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു ലോകത്താണ്, ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. സമയത്തിന് പ്രാധാന്യം നൽകാൻ, അതിന് വിലയുണ്ടെന്ന് പറയുവാൻ വേണ്ടിയാണ് സമയത്തെ പണത്തോട് താരതമ്യം ചെയ്യുന്നത്. എന്നാൽ പണം, നാണയം അല്ലെങ്കിൽ കറൻസി നോട്ടുകൾ ഇതൊന്നും അത്ര വ്യാപകമായി ഉപയോഗിക്കാതിരുന്ന കാലത്ത് അന്നും ചില ബുദ്ധിയുള്ള ആളുകൾ സമയത്തെക്കുറിച്ച്, അതിൻ്റെ വിലയെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നു. വളരെ പണ്ട് എഴുതിയ ഒരു എബ്രായ പദ്യം, അതെഴുതിയത് മോശ എന്ന ദൈവപുരുഷനാണ്. വാസ്തവത്തിൽ ഇത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥനയായിരുന്നു. ആ പ്രാർത്ഥനയിൽ അദ്ദേഹം സമയത്തെക്കുറിച്ച്, അതിൻ്റെ വിലയെക്കുറിച്ച്, അതിനെ നാം എങ്ങനെ കാണണം എന്നതിനെക്കുറിച്ച് എല്ലാം പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഊഹിച്ചത് ശരിയാണ്. ഞാൻ പറയുന്നത് 90-ാം സങ്കീർത്തനത്തെക്കുറിച്ചാണ്. നമുക്ക് ആ സങ്കീർത്തനം ഒന്ന് ഒരുമിച്ച് വായിച്ചാലോ? ദൈവപുരുഷനായ മോശയുടെ ഒരു പ്രാർത്ഥന. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ, തിരികെ വരുവിൻ എന്നും അരുളിച്ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രമിരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെയത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവുമത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവൻ ആർ? ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരേണമേ. എത്രത്തോളം താമസം? അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. മോശ എഴുതിയ സങ്കീർത്തനമായതുകൊണ്ട് ഇത് വളരെ പഴയതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. വീടും പട്ടണവും ഇല്ലാത്ത പരദേശികളായ ആളുകളായിരുന്നു ഇസ്രായേൽ മക്കൾ. അവർ ഈജിപ്തിൽ, മിസ്രൈമിലെത്തി അടിമകളായി അവർ അവിടെ ജീവിച്ചു 400 വർഷക്കാലം. അവർക്ക് അവിടെ അടിമകളായിരുന്നതുകൊണ്ട് നല്ല വീടുകളില്ലായിരുന്നു. ദൈവം മോശയെ അയച്ച് അവരെ ആ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചു. അടുത്ത 40 വർഷം അവർ മരുഭൂമിയിൽ അലഞ്ഞു നടക്കുകയായിരുന്നു. അവർക്കുള്ള ഭക്ഷണവും വെള്ളവും ദൈവം നൽകി. പക്ഷേ മരുഭൂമിയിലും അവർക്ക് താമസിക്കുവാൻ വീടില്ലായിരുന്നു. കൂടാരങ്ങളിലാണ് അവർ താമസിച്ചിരുന്നത്. മോശ അവരുടെ നേതാവായിരുന്നു. ആ മോശ പറയുന്നു, തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതം ദൈവമാണ്.
മോശ ഇത് പറയുമ്പോൾ മോശ തന്നെ 40 വയസ്സുവരെ മിസ്രയീമിൽ ഫറവോൻ്റെ കൊട്ടാരത്തിൽ താമസിച്ചു. പക്ഷേ അതിനുശേഷമുള്ള അടുത്ത 40 വർഷങ്ങൾ താൻ മരുഭൂമിയിൽ ആടിനെ തീറ്റുകയായിരുന്നു. അടുത്ത 40 വർഷം വീണ്ടും മരുഭൂമിയിൽ ഇസ്രായേൽ മക്കളോടൊപ്പമായിരുന്നു. ഒരു വീട് കണ്ടിട്ട് അനേക നാളുകളായ മോശ പറയുന്നു, തലമുറ തലമുറയായി ദൈവമാണ് ഞങ്ങളുടെ സങ്കേതം. വീടുള്ളവർക്കും വീടില്ലാത്തവർക്കും ദൈവമാണ് സങ്കേതം. സുരക്ഷിതത്വം ദൈവമാണ് നൽകുന്നത്, നമ്മുടെ വീടല്ല. അനാദിയായ ദൈവത്തെക്കുറിച്ചാണ് 2-ാം വാക്യത്തിൽ മോശ പറയുന്നത്. പർവ്വതങ്ങൾ ഉണ്ടായതിനു മുൻപേ നീ ദൈവമായിരുന്നു. സൃഷ്ടിയെക്കുറിച്ച് ആദ്യം എഴുതിയത് മോശയാണ്. ആ സൃഷ്ടിക്ക് മുൻപേ ഉള്ളവനാണ് ദൈവം. മാത്രമല്ല, ഈ ദൈവത്തിന് ആരംഭമില്ല, അവസാനവുമില്ല. അനാദിയായ ദൈവം. മനുഷ്യജീവന് തുടക്കവും അവസാനവുമുണ്ട്. 3-ാം വാക്യത്തിൽ നാം അതാണ് കാണുന്നത്. എന്നാൽ ദൈവത്തിന് അവസാനമില്ല. മനുഷ്യനെ പൊടിയിലേക്ക് തിരികെ ചേർക്കുന്നത്, അല്ലെങ്കിൽ മനുഷ്യൻ മരിക്കുവാനുള്ള സമയം കൽപ്പിച്ചാക്കുന്നത് ദൈവമാണ്. അവിടം കൊണ്ട് തീരുന്നില്ല. മോശ പറയുന്നു, തിരികെ വരുവിൻ എന്ന് ദൈവം വിളിക്കുമ്പോൾ മനുഷ്യൻ പൊടിയിൽ നിന്ന് തിരികെ വരും. ഇത് മനുഷ്യനെ ഭയപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. അനേകരും കരുതുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് പോലെ മരണത്തോടെ മനുഷ്യൻ്റെ ജീവിതം അവസാനിക്കുന്നു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. മരണം ഒരു ഉറക്കമാണ്. ദൈവം വിളിക്കുമ്പോൾ നീ ദൈവത്തെ അനുസരിച്ചാലും ഇല്ലെങ്കിലും ഉയർത്തെഴുന്നേറ്റേ മതിയാകൂ. നിൻ്റെ ജീവിതത്തെക്കുറിച്ച് നീ കണക്ക് കൊടുക്കണം. അതിന് അധികാരമുള്ളവനാണ് ദൈവം. ദൈവം മനുഷ്യനെ പൊടിയിൽ നിന്ന് മടക്കി വിളിക്കും. 1000 വർഷം നമ്മൾ ആരും കണ്ടിട്ടില്ല. 1000 വർഷം മുമ്പത്തെ ചരിത്രം പോലും നമുക്ക് ശരിക്കും അറിഞ്ഞുകൂടാ. എന്നാൽ മോശ പറയുന്നത് 1000 വർഷങ്ങൾ ദൈവത്തിന് വളരെ നിസ്സാരം. അത് ഒരു ദിവസം പോലെയാണ് ദൈവത്തിന്. കഴിഞ്ഞുപോയ ഒരു ദിവസം പോലെയാണ് എന്നാണ് മോശ പറയുന്നത്. നമുക്കറിയാം, ചില ദിവസങ്ങൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ദിവസങ്ങളാണ്. ആ ദിവസം എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ മതി എന്ന് നാം കരുതും. ആ ദിവസം കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നെ നാം ആ ദിവസത്തെക്കുറിച്ച് വിഷമിക്കാറില്ല, വേവലാതിപ്പെടാറില്ല. ഇവിടെ മോശ പറയുന്നത് 1000 വർഷങ്ങൾ ദൈവത്തിന് കഴിഞ്ഞുപോയ ഒരു ദിവസം പോലെയാണ്. അതായത് ഇപ്പോൾ ഉള്ള ഒരു ദിവസമെന്നല്ല, ഇന്നത്തെ കാര്യമല്ല പറയുന്നത്, കഴിഞ്ഞുപോയ ദിവസം എന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ട ആവശ്യം പോലുമില്ല. അങ്ങനെയാണ് 1000 വർഷങ്ങൾ ദൈവത്തിന്. പിന്നെ താൻ പറയുന്നു, രാത്രിയിൽ കഴിഞ്ഞ ഒരു യാമം പോലെ. സാധാരണ നാം രാത്രിയിൽ ഉറങ്ങുകയാണ്. ഉറങ്ങിക്കഴിഞ്ഞാൽ സമയത്തെക്കുറിച്ച് നാം വിഷമിക്കാറില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. 1000 വർഷങ്ങൾ രാത്രിയിൽ കഴിഞ്ഞ ഒരു യാമം പോലെ എന്ന് വെച്ചാൽ അത് വളരെ നിസ്സാരമാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട പോലും ആവശ്യമില്ല. ആ നിലയിലാണ് ദൈവത്തിന് 1000 വർഷങ്ങൾ. അത് കഴിഞ്ഞുള്ള വാക്യങ്ങളിൽ മനുഷ്യൻ്റെ ജീവിതം എത്ര നിസ്സാരമാണ് എന്ന് മോശ പറയുന്നു. നമ്മുടെ ജീവിതം ഇന്ന് നാം രാത്രിയിൽ ഉറങ്ങാൻ പോകും എന്ന കാര്യത്തിന് ഉറപ്പില്ല. നാളെ രാവിലെ നാം എഴുന്നേൽക്കുമോ അതിനും ഉറപ്പില്ല. മനുഷ്യൻ്റെ ജീവിതം വളരെ ക്ഷണികമാണ്. എന്നാൽ അനേകർ ഇത് ക്ഷണികമല്ല, സ്ഥിരമാണ് എന്ന് കരുതി ജീവിക്കുന്നു. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ക്ഷണികതയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ആഗ്രഹിക്കാത്ത ആളുകളുണ്ട്. ചിന്തിക്കാതിരിക്കുന്നത് കൊണ്ട് അത് സത്യമല്ലാതാകുന്നില്ല. മനുഷ്യൻ്റെ ജീവിതം ക്ഷണികമാണെന്നുള്ള ബോധം മനുഷ്യനുണ്ടായിരിക്കണം. ഇത് ആളുകളെ ഭയപ്പെടുത്തുവാൻ വേണ്ടി പറയുന്നതല്ല, മറിച്ച് ഈ ക്ഷണികമായ ജീവിതത്തിൽ നാം അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. അതിനുവേണ്ടിയാണ് ദൈവവചനമായ ബൈബിൾ അത് മനുഷ്യരോട് പറയുന്നത്. മനുഷ്യൻ്റെ ജീവിതം രാവിലെ തഴച്ച് വളരുകയും വൈകുന്നേരം കരിഞ്ഞു പോവുകയും ചെയ്യുന്ന പുല്ലുപോലെയാണ് എന്ന് 6-ാം വാക്യത്തിൽ കാണുന്നു. രാവിലെ പുല്ല് വളരുന്നത് കണ്ടാൽ വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. പക്ഷേ അത് ഉച്ചവരെ വളരൂ, അതിനുശേഷം അത് കരിയുകയാണ്. പിറ്റേ ദിവസം ആ പുല്ല് കത്തിച്ച് കളയും. ഒരു ദിവസത്തെ ആയുസ് മാത്രമുള്ള പുല്ല്. അതുപോലെയാണ് മനുഷ്യൻ്റെ ജീവിതം. മനുഷ്യൻ്റെ ജീവിതം ഇത്ര ക്ഷണികമാണ് എന്ന് മാത്രമല്ല, ഈ ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമുണ്ട്. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും അധികം ആളുകൾ ചോദിക്കുന്ന ചോദ്യം
മനുഷ്യൻ എന്തുകൊണ്ട് കഷ്ടപ്പെടുന്നു എന്നാണ്. അതിൻ്റെ കാരണം മോശ തന്നെ പറയുന്നു. 7-ാം വാക്യത്തിൽ താൻ പറയുന്നത്, ഞങ്ങൾ നിൻ്റെ കോപത്താൽ ക്ഷയിച്ചും നിൻ്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിൻ്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിൻ്റെ മുഖപ്രകാശത്തിലും വച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിൻ്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങളൊരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. മനുഷ്യജീവിതത്തിൽ മരണം ഒരു സത്യമാണ്. അതിൽ നിന്നും മനുഷ്യന് രക്ഷപ്പെടാൻ കഴിയില്ല. ഈ മരണത്തിൻ്റെ കാരണവും മോശ പറയുന്നു. ദൈവം മനുഷ്യനോട് കോപിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ ക്രോധമാണ് മരണത്തിന് കാരണം. മനുഷ്യൻ മരിക്കാൻ തക്കവണ്ണം ദൈവം മനുഷ്യനോട് എന്തിനാണ് കോപിക്കുന്നത്? അതും ബൈബിൾ പറയുന്നു. മനുഷ്യൻ്റെ പാപമാണ് ദൈവം മനുഷ്യനോട് കോപിക്കുവാനുള്ള കാരണം. 8-ാം വാക്യത്തിൽ മോശ പറയുന്നത്, ഞങ്ങളുടെ അകൃത്യങ്ങളെ നിൻ്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിൻ്റെ മുഖപ്രകാശത്തിലും വച്ചിരിക്കുന്നു. പുറമേ നോക്കുമ്പോൾ മനുഷ്യൻ നല്ലവനായി തോന്നും, അവന് കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നും. എന്നാൽ നിത്യനായ ദൈവം ഈ 70-80 വർഷം മാത്രം ജീവിക്കുന്ന മനുഷ്യനെ നോക്കിയിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റവും പ്രധാനമായി താൻ കാണുന്നത് മനുഷ്യൻ്റെ പാപമാണ്. പുറമേ നോക്കിയാൽ ഒരു കുഴപ്പവുമില്ല എന്ന് തോന്നുന്ന ആളുകളെക്കുറിച്ച് പോലും മോശ പറയുന്നത്, ഞങ്ങളുടെ രഹസ്യ പാപങ്ങൾ എന്ന് വെച്ചാൽ മറ്റാരും കാണാത്ത പാപങ്ങൾ, അത് നിൻ്റെ മുമ്പിലിരിക്കുന്നു. അത് കണ്ട മനുഷ്യരാരുമില്ല. എന്നാൽ ദൈവത്തിൻ്റെ മുമ്പിൽ മനുഷ്യൻ്റെ രഹസ്യ പാപങ്ങൾ വളരെ വ്യക്തമായി പ്രകടമാണ്. ദൈവം അത് കാണുന്നു. അതുകൊണ്ടാണ് ദൈവം മനുഷ്യനോട് കോപിച്ചിരിക്കുന്നത്. മനുഷ്യനോടുള്ള അവൻ്റെ ക്രോധത്തിൻ്റെ കാരണം മനുഷ്യൻ്റെ പാപമാണ്. പാപത്തിന് നീതിമാനായ ദൈവം ശിക്ഷ വിധിക്കും. ആ ശിക്ഷയാണ് മരണം. ഇന്ന് പല ആളുകളും പറയുന്നു, മരണം സ്വാഭാവികമായ ഒരു കാര്യമാണ്. ജനിച്ചാൽ മനുഷ്യൻ മരിക്കണം. അതുകൊണ്ട് മരണത്തെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല, അതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട ആവശ്യവുമില്ല. ഇത് മരണത്തെ, അതിൻ്റെ ഭവിഷ്യത്തുകളെ വില കുറച്ച് കാണിക്കുവാൻ മനുഷ്യൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. വാസ്തവത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മരിക്കുവാൻ വേണ്ടിയല്ല. മരണം മനുഷ്യൻ്റെ പാപത്തിൻ്റെ ഫലമായി ഉണ്ടായതാണ്. ബൈബിൾ പറയുന്നു, റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ പറയുന്നു, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ആദിമ മനുഷ്യനായ ആദാം പാപം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് മരണമുണ്ടായത്. അതിനു മുൻപ് മരണമില്ലായിരുന്നു. ആദ്യ മനുഷ്യൻ പാപം ചെയ്ത് അവൻ നഗ്നനായി തീർന്നപ്പോൾ മനുഷ്യൻ തൻ്റെ നഗ്നത മറയ്ക്കാൻ പല കാര്യങ്ങൾ ചെയ്തു നോക്കി. ഇല കൊണ്ട് ഒരു ഉടുപ്പുണ്ടാക്കാൻ ശ്രമിച്ചു, അത് കരിഞ്ഞുപോയി. എന്നാൽ അവൻ നഗ്നനാണെന്ന് മനസ്സിലാക്കിയ ദൈവം അവന് ഒരു ഉടുപ്പുണ്ടാക്കി കൊടുത്തു. ആ ഉടുപ്പുണ്ടാക്കുവാൻ ദൈവം ഒരു മൃഗത്തെ കൊന്നു. ആ മൃഗത്തിൻ്റെ തോലെടുത്താണ് ഉടുപ്പുണ്ടാക്കിയത്. ആ മൃഗത്തെ കൊന്നപ്പോൾ അതായിരുന്നു ഈ ലോകത്തിൽ സംഭവിച്ച ആദ്യത്തെ മരണം. ഒരുപക്ഷെ ആ മരണം കണ്ട് ആദ്യ മനുഷ്യനായ ആദമും ഹവ്വയും ഞടുങ്ങിയിരിക്കും. മരണത്തിൻ്റെ ഭീകരാവസ്ഥ ആദ്യമായി അവർ മനസ്സിലാക്കി. മനുഷ്യൻ്റെ പാപം മൂലമാണ് മരണം ലോകത്തിൽ കടന്നത്. ദൈവം പാപത്തെ എത്ര ഗൗരവമായി കാണുന്നു എന്ന് നാം മനസ്സിലാക്കണം. മനുഷ്യൻ്റെ മരണം അവൻ്റെ പാപത്തിൻ്റെ ഫലമാണ്. മോശ ഇത് എഴുതുമ്പോൾ താൻ അനേക ആളുകൾ എന്ന് പറഞ്ഞാൽ പോരാ, ആയിരക്കണക്കിന് ആളുകൾ മരിക്കുന്നത് കണ്ടതാണ്. മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളുടെ ഒരു തലമുറ മുഴുവൻ മരിച്ച് മാറ്റപ്പെട്ടു. 20 ലക്ഷം ആളുകൾ മരുഭൂമിയിൽ കൊല്ലപ്പെട്ടു. അതിൻ്റെ അർത്ഥം ഒരു ദിവസം ശരാശരി 83 പേർ മരിക്കുന്നുണ്ടായിരുന്നു എന്നാണ്. മരണം യാഥാർത്ഥ്യമായിരുന്നു. അതിൻ്റെ കാരണം മനുഷ്യൻ്റെ പാപമാണ്. മനുഷ്യൻ്റെ പാപം ദൈവമുമ്പാകെ ഉണ്ട്. ദൈവം വിശുദ്ധനാണ്. അവന് പാപത്തെയോ പാപികളായ മനുഷ്യരെയോ കണ്ടില്ല എന്ന് നടിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് മരണം ഈ ഭൂമിയിൽ വന്നത്. മനുഷ്യൻ്റെ പാപമാണ് മരണത്തിനും ലോകത്തിലുള്ള എല്ലാ ദുരന്തങ്ങളുടെയും കാരണം. അതുകൊണ്ടാണ് 9-ാം വാക്യത്തിൽ മോശ പറയുന്നത്, മനുഷ്യജീവിതത്തിൻ്റെ ആകെ തുക നോക്കിയാൽ അതൊരു നെടുവീർപ്പാണ്. അതിൽ സന്തോഷിക്കത്തക്കതായ ഒന്നുമില്ല. കാരണം മനുഷ്യൻ്റെ പാപം. മനുഷ്യൻ്റെ ആയുസ് 70-50 വർഷമാണെങ്കിലും മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ അത് പ്രയാസവും ദുഃഖവുമാണ്. അതാണ് ബാക്കി പത്രം. 11-ാം വാക്യത്തിൽ
ദൈവത്തിൻ്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കോണം നിൻ്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവൻ ആർ എന്ന് മോശ ചോദിക്കുന്നു. മോശ വളരെയധികം ദിവസങ്ങൾ ദൈവത്തോടൊപ്പം ചിലവഴിച്ചതാണ്. ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു, ദൈവം ചെയ്യുന്ന പല അത്ഭുതങ്ങളും കണ്ടതാണ്. മാത്രമല്ല ദൈവത്തിൻ്റെ കോപത്തെയും മോശ കണ്ടതാണ്. ദൈവം മോശയെ വിളിച്ചപ്പോൾ മോശ പറഞ്ഞു, എന്നെ അയക്കേണ്ട, വേറെ ആരെങ്കിലും അയക്കാൻ പറഞ്ഞു. പല പ്രാവശ്യം പറഞ്ഞപ്പോൾ ദൈവം മോശയോട് തന്നെ കോപിച്ചു. പിന്നീട് ദൈവം തൻ്റെ കോപം മിസ്രയീമ്യരുടെ മേൽ ചൊരിയുന്നത് മോശ കണ്ടതാണ്. 10 ബാധകൾ ഈജിപ്തിലുള്ള ആളുകളുടെ മേൽ വന്നത് മോശ കണ്ടു. ചെങ്കടൽ കടന്നപ്പോൾ ആ സമയത്ത് ഈജിപ്തിൻ്റെ സൈന്യം മുഴുവൻ വെള്ളത്തിൽ മുങ്ങിച്ചാകുന്നത് മോശ കണ്ടു. ദൈവത്തിൻ്റെ കോപമായിരുന്നു അത്. ഇസ്രയേൽ അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കി, ദൈവം ന്യായപ്രമാണം കൊടുത്ത അതേ ദിവസം കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചു. ആ സമയത്ത് ദൈവത്തിൻ്റെ കോപം ഇസ്രയേലിൻ്റെ മേൽ വന്നത് മോശ കണ്ടതാണ്. 3000 പേർ അന്ന് മരിച്ചു. ദൈവം കൊടുത്ത ന്യായപ്രമാണ പ്രകാരം അവർ ഒരു യാഗപീഠമുണ്ടാക്കി യാഗം കഴിക്കാൻ തുടങ്ങി. എന്നാൽ പിറ്റേ ദിവസം നാദാബും അബീഹും, അഹരോൻ്റെ മക്കൾ, അന്യാഗ്നി കൊണ്ടുവന്നപ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് അവരെ കൊന്നുകളഞ്ഞു. ദൈവത്തിൻ്റെ കോപം അന്നും മോശ കണ്ടു. കോരഹ്, നാഥാൻ, അബീരാം എന്നിവർ മോശയ്ക്കും ദൈവത്തിനുമെതിരെ മത്സരിച്ചപ്പോൾ, അവർ ധൂപം കാട്ടാൻ ഒരുങ്ങിയപ്പോൾ ദൈവം അവരോട് കോപിച്ചു. ഭൂമി വായ്ത്ത് പിളർന്ന് അവരെ വിഴുങ്ങിക്കളഞ്ഞു. തീ പുറപ്പെട്ട് മത്സരികളായവരെ കൊന്നുകളഞ്ഞു. ദൈവത്തിൻ്റെ ക്രോധം മോശ കണ്ടതാണ്. ഇസ്രായേൽ മക്കൾ പിറുപിറുക്കുകയും പരസംഗം ചെയ്യുകയും ചെയ്തപ്പോൾ ദൈവം അവരോട് കോപിച്ചു. ബാധകളെ അയച്ചു. അനേക ആളുകൾ കൊല്ലപ്പെട്ടു. 40 വർഷം കൊണ്ട് ഇസ്രായേൽ മക്കളുടെ അനുസരണക്കേട് മുഖാന്തരം 20 ലക്ഷം ആളുകൾ മരുഭൂമിയിൽ മരിച്ചു വീണു. ദൈവത്തിൻ്റെ കോപമായിരുന്നു ഇത്. ഇതെല്ലാം കണ്ട മോശയാണ് പറയുന്നത്, ദൈവത്തിൻ്റെ കോപം കണ്ടവനാർ, അത് ഗ്രഹിക്കുന്നവനാർ. എന്താണ് മോശയുടെ പറയുന്നത്? ഈ കണ്ടതൊന്നും ദൈവത്തിൻ്റെ കോപമല്ലേ? അതെ, ഇതൊക്കെ ദൈവത്തിൻ്റെ കോപമാണ്, ക്രോധമാണ്. എന്നാൽ ഇതിനപ്പുറമായി ഒരു ക്രോധം അതുണ്ടാകാൻ പോകുന്നു. അത് ഗ്രഹിക്കുന്നവനാർ എന്നാണ് മോശ ചോദിക്കുന്നത്. എന്താണ് ദൈവത്തിൻ്റെ ആ ക്രോധം? പ്രിയ സുഹൃത്തേ, ഇത് നാം സെഖര്യാ പ്രവചനം 13-ാം അധ്യായത്തിൽ വായിക്കുന്നു. അവിടെ യഹോവയായ ദൈവം തൻ്റെ കൂട്ടാളിയായ പുരുഷൻ്റെ നേരെ വാളെടുക്കുന്നതായി നാം കാണുന്നു. ഇതുവരെ ദൈവം ശിക്ഷിച്ചത് പാപം ചെയ്ത ആളുകളെയാണ്, ദൈവത്തിൻ്റെ കൽപ്പനയോട് മറുതലിച്ചവരെയാണ്. എന്നാൽ സെഖര്യാ പ്രവാചകൻ പറയുന്നു, വാളെ എൻ്റെ ഇടയൻ്റെ നേരെയും എൻ്റെ കൂട്ടാളിയായ പുരുഷൻ്റെ നേരെയും ഉണരുക. ഇതാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. താൻ ദൈവത്തോട് സമനായിരുന്നു, ദൈവത്തിൻ്റെ കൂട്ടാളിയായ പുരുഷൻ, പാപം എന്തെന്നറിയാത്ത ദൈവത്തിൻ്റെ പുത്രൻ. താൻ ഈ ഭൂമിയിൽ വന്നു പാപമില്ലാത്ത ഒരു ജീവിതം നയിച്ചു. എന്നാൽ തനിക്ക് 33.5 വയസ്സായപ്പോൾ പാപത്തിൻ്റെ ഫലമായ നരകം അനുഭവിക്കുവാൻ വേണ്ടി താൻ ക്രൂശെടുക്കാൻ തയ്യാറായി. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ ദൈവം മനുഷ്യവർഗത്തിൻ്റെ പാപത്തിനെതിരെ ഉള്ള ശിക്ഷ നടപ്പാക്കുകയായിരുന്നു. പാപികളായ മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ കോപം മുഴുവൻ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മേൽ ചുമത്തി. ദൈവക്രോധത്തിൻ്റെ പാനപാത്രം മുഴുവൻ യേശു ക്രിസ്തുവാണ് കുടിച്ചത്. അതാണ് ദൈവകോപത്തിൻ്റെ പരമമായ ചിത്രം. അവിടെയാണ് ദൈവം തൻ്റെ കോപം മുഴുവൻ ഒരു വ്യക്തിയുടെ മേൽ പകർന്നത്. അത് വിശ്വസിക്കുന്നവർക്ക് ഇന്ന് ദൈവത്തിൻ്റെ കോപത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവർക്കിന്ന് ദൈവകോപമല്ല, മറിച്ച് ദൈവത്തോട് സമാധാനവും നിത്യജീവനുമാണ്. ഇങ്ങനെ പാപമോചനം നേടിയവർ ദൈവത്തിൻ്റെ കോപം താൻ തൻ്റെ പുത്രൻ്റെ മേൽ ചൊരിഞ്ഞ് മനുഷ്യൻ്റെ മേലുണ്ടായിരുന്ന കോപം ഒഴിവാക്കി എന്ന് വിശ്വസിക്കുന്നവർ ബുദ്ധിമാന്മാരാണ്. അത് ഗ്രഹിക്കുന്നവനാർ എന്നാണ് സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നത്. ജ്ഞാനമുള്ള ഒരു ഹൃദയം ഞങ്ങൾക്ക് വേണം എന്ന് അടുത്ത വാക്യത്തിൽ താൻ പറയുന്നു. ജ്ഞാനമുള്ള ഹൃദയം ഉണ്ടാകുവാൻ ആവശ്യം വേണ്ടത് തൻ്റെ നാളുകളെ എണ്ണുവാൻ പഠിക്കുക എന്നാണ്. ദൈവമേ, എന്നെ എൻ്റെ നാളുകളെ എണ്ണാൻ പഠിപ്പിക്കണം എന്നാണ് ഈ പ്രാർത്ഥന. വർഷങ്ങളെ എണ്ണാനല്ല, നാളുകളെ എണ്ണാൻ. നിത്യനായ ദൈവം, സമയത്തിൻ്റെ പരിധികളൊന്നുമില്ലാത്ത ദൈവം,
ആ ദൈവത്തിൻ്റെ മുൻപിൽ നശ്വരനായ മനുഷ്യൻ. അതാണ് ഈ സങ്കീർത്തനത്തിലെ പ്രധാനപ്പെട്ട വിഷയം. എന്നാൽ സങ്കീർത്തനകാരൻ പറയുന്നു, നിത്യനായ ദൈവമേ, എനിക്ക് നൽകുന്ന 24 മണിക്കൂറുള്ള ദിവസം, ആ ദിവസങ്ങളെ എണ്ണാൻ എന്നെ പഠിപ്പിക്കണം. നാം വിലയുള്ള കാര്യങ്ങളാണ് എണ്ണുന്നത്. കാരണം വിലയുള്ള കാര്യങ്ങൾ കൊണ്ട് നമുക്ക് പലതും ചെയ്യാൻ സാധിക്കും. സങ്കീർത്തനകാരൻ പറയുന്നത്, നാളുകൾക്ക് വിലയുണ്ട്, അത് എണ്ണുവാൻ എന്നെ പഠിപ്പിക്കണം. എണ്ണുന്ന കാര്യങ്ങൾ ഉപയോഗിക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ നാളുകളെ നാം ഉപയോഗിക്കണം. നാം എണ്ണുന്നതിന് മറ്റൊരു കാരണമുണ്ട്. കണക്ക് ബോധിപ്പിക്കേണ്ട വസ്തുക്കളുടെയൊക്കെ എണ്ണം നാം സൂക്ഷിക്കും. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഓരോ ദിവസങ്ങളും വിലയുള്ളതാണ്. ഈ ദിവസങ്ങൾ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കും. അത് വിലയുള്ളതാണ്. അത് ഉപയോഗിക്കുവാൻ വേണ്ടി നമുക്ക് തന്നിരിക്കുന്നതാണ്. മാത്രമല്ല, ഈ നാളുകൾക്ക് നാം കണക്ക് കൊടുക്കേണ്ടിയും വരും. പലരും അവരുടെ നാളുകളെ വിലയില്ലാതെ കാണുന്നു. എൻ്റെ ജീവിതം കൊണ്ട് എന്ത് സാധിക്കാനാണ് എന്നവർ പറഞ്ഞ് അവരുടെ സമയത്തെ വൃഥാവാക്കുന്നു. എന്നാൽ മോശ പറയുന്നു, 24 മണിക്കൂറുള്ള ഓരോ ദിവസങ്ങളും, ആ ദിവസങ്ങൾ കൊണ്ട് പല കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. അത് ചെയ്യുവാൻ തക്കവണ്ണം നാളുകളെ വിലയുള്ളതായി കാണുന്നവരാണ് ബുദ്ധിമാന്മാർ. 13-ാം വാക്യത്തിൽ, ദൈവം കോപിച്ചിരിക്കുന്നു, അതുകൊണ്ട് ദൈവം ഞങ്ങളെ ഉപേക്ഷിച്ചിരിക്കുന്നു. മടങ്ങി വരണമേ, ഞങ്ങളോട് സഹതാപം കാണിക്കണമേ എന്ന് മോശ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിലുണ്ടായ ബുദ്ധിമുട്ടുകളുടെ കാരണം ദൈവം അവരെ ഉപേക്ഷിച്ചതാണ് എന്ന് മോശയ്ക്ക് മനസ്സിലായി. ദൈവത്തോട് മടങ്ങി വരുവാൻ താൻ പ്രാർത്ഥിക്കുന്നു. 14-ാം വാക്യത്തിൽ, കാലത്ത് തന്നെ ഞങ്ങളെ നിൻ്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ, എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. മനുഷ്യന് തൃപ്തി നൽകുന്ന അനേക കാര്യങ്ങൾ ഈ ഭൂമിയിലുണ്ട് എന്നാണ് നാം എല്ലാം ധരിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ മോശ പറയുന്നത്, തൃപ്തി തരുന്ന ഏക കാര്യം ദൈവത്തിൻ്റെ ദയയാണ്. അത് ഞങ്ങളോട് കാണിക്കുകയും ഞങ്ങളെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് താൻ പറയുന്നു. മോശയും ഇസ്രായേൽ മക്കളും അനുഭവിച്ച കഷ്ടങ്ങളുടെ കണക്ക് അവർ ഓർക്കുന്നുണ്ട്. എത്ര ദിവസം അവർ അനർത്ഥം അനുഭവിച്ചു എന്നവർ ഓർക്കുന്നുണ്ട്. 15-ാം വാക്യത്തിൽ താൻ പറയുന്നു, ഞങ്ങൾ അനുഭവിച്ച കഷ്ടങ്ങൾ, ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിൻ്റെ ദാസന്മാർക്ക് നിൻ്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിൻ്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തി മനസ്സിലാക്കാത്ത അനേക ആളുകൾ ഈ ഭൂമിയിലുണ്ട്. എന്നാൽ അത് മനസ്സിലാക്കുന്ന ചില ബുദ്ധിമാന്മാരുമുണ്ട്. ഈ ലോകത്തെ നോക്കി ഇതൊക്കെയും ഇങ്ങനെ അങ്ങ് ഉണ്ടായി വന്നതാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇല്ല, ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് എന്ന് പറയുന്ന ആളുകളുമുണ്ട്. എന്ത് കണ്ടാലും അതിൽ ദൈവത്തെയും ദൈവത്തിൻ്റെ പ്രവൃത്തിയും കാണുന്ന ആളുകളുണ്ട്. അതാണ് ദൈവത്തിൻ്റെ ദാസന്മാർ. അങ്ങനെ കാണുന്നവർ, അവരുടെ മക്കൾ, അവർ ദൈവത്തിൻ്റെ മഹത്വമാണ് കാണുന്നത്. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തികളെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. മോശയുടെ ഈ പ്രാർത്ഥന അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ഈ സങ്കീർത്തനം ഉടനീളം വായിച്ചാൽ ഈ സങ്കീർത്തനത്തിൽ ഒരിടത്തും മനുഷ്യൻ തൻ്റെ കൈകൊണ്ട് ഉണ്ടാക്കിയ ഒരു കാര്യത്തെക്കുറിച്ചും പറഞ്ഞിട്ടില്ല. ഇവിടെ പറയുന്നത് പർവ്വതങ്ങളെക്കുറിച്ചും പുല്ലിനെക്കുറിച്ചും വെള്ളത്തെക്കുറിച്ചും ഉറക്കത്തെക്കുറിച്ചും യാമത്തെക്കുറിച്ചുമൊക്കെയാണ്. മനുഷ്യനുണ്ടാക്കിയ വീടോ മറ്റെന്തെങ്കിലും വസ്തുവകളെക്കുറിച്ചോ ഈ സങ്കീർത്തനം പറയുന്നില്ല. മോശ ഈ സങ്കീർത്തനം എഴുതിയപ്പോൾ ഒരുപക്ഷെ ഇസ്രായേൽ മക്കൾ ഒരു ജോലിയും ചെയ്യുന്നില്ലായിരുന്നു. അവർക്ക് ആകെ കൂടെ ഉണ്ടായിരുന്ന ജോലി രാവിലെ എഴുന്നേറ്റ് മന്ന പെറുക്കി ഭക്ഷിക്കുക എന്നത് മാത്രമായിരുന്നു. ഇതിൻ്റെ അർത്ഥം മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ലെന്നാണോ? ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അത് ശരിയാണ്. മനുഷ്യൻ്റെ പ്രവൃത്തികൾ ദൈവം മുമ്പാകെ ഒരു വിലയുമില്ലാത്തതാണ്. എന്നാൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ സമയം, ഈ ദിവസങ്ങൾ, ഈ വർഷങ്ങൾ നാം ദൈവഹിതപ്രകാരം ഉപയോഗിച്ചാൽ നാം ചെയ്യുന്ന പ്രവൃത്തികൾ അവ അനുഗ്രഹമായി തീരും. അവയ്ക്ക് പ്രതിഫലം ലഭിക്കും. മോശ പറയുന്നു, ഞങ്ങൾ
വലിയ കാര്യമായതൊന്നും ചെയ്യുന്നില്ല, പക്ഷേ ഞങ്ങളുടെ പ്രവൃത്തികളെ നിനക്ക് സാധ്യമാക്കി തരുവാൻ കഴിയും. ദൈവം എപ്പോഴാണ് നമ്മുടെ പ്രവൃത്തികളെ സാധ്യമാക്കുക? നാം എന്ത് ചെയ്താലും അത് ദൈവത്തിനായി ചെയ്യുക. അങ്ങനെയെങ്കിൽ ദൈവം നമ്മുടെ പ്രവൃത്തികളെ സാധ്യമാക്കി തരും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുവാൻ info@fibaonline.org എന്ന ഇമെയിൽ ID ഉപയോഗിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിക്കുവാൻ 9880221957 എന്ന നമ്പരും ഉപയോഗിക്കുക. നമ്പർ ഒരിക്കൽ കൂടി 9880221957. വചനദീപം